നമ്മളിന്നൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു ക്യാബിൻ തുരുമ്പിച്ച് അത് മാറ്റുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകും ഈ പല വാഷിംഗ് മെഷീൻ്റെയും ബേസൊക്കെ തുരുമ്പിച്ച് പോയിട്ടുണ്ട്. അപ്പം ഈ ബോഡി മാറ്റാൻ പറ്റുമെന്ന് പലർക്കും സംശയമാണ്. അപ്പോൾ അത് മാറ്റുന്നതിൻ്റെയാണ്. ഇതിപ്പോൾ ഒരു ഗോദ്രേജിൻ്റെ വാഷിംഗ് മെഷീനാണ്. ഇപ്പോൾ കാണാം, ഇത് ബാത്റൂമിലൊക്കെ വെച്ച് സോപ്പൊക്കെ വീണ് ഇതിൻ്റെ ബേസ് എല്ലാം തുരുമ്പിച്ച് പോയതാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ മറ്റകത്തെ PCBയും ബോർഡും ഒക്കെ ഒന്ന് അഴിക്കുക. ഇതാണ് പുതിയ ക്യാബിൻ. വേറെ കളറാണ്, അതായത് ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ബ്ലൂ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് മൊത്തം അഴിക്കണമെന്നില്ല. അതിൻ്റെ ടോപ്പ് ഷോക്ക് അബ്സർവർ എല്ലാം നമ്മൾ അഴിച്ചിട്ട് മേപ്പോട്ട് പൊക്കി അങ്ങ് എടുത്തിട്ട് അടുത്ത ക്യാബിനിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളവർക്ക് മൊത്തം അഴിക്കേണ്ടത് മേളത്തെ ബോഡിയിൽ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നവരാണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ എല്ലാ പാർട്സുകളും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ കാണാം, നമ്മൾ പ്രാവശ്യം അഴിച്ചപ്പോൾ മൊത്തം തുരുമ്പും ഒക്കെ ആയിട്ടിരിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ ഈ ബോഡി മൊത്തത്തിൽ അങ്ങ് മാറ്റാൻ പോവാണ്. ഇപ്പം നമ്മൾ പുതിയ ക്യാബിനിലോട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് പണിയായിരുന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിനകത്തെ ആ വയറിംഗ് ഒക്കെ ഒന്ന് ഊരി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ്റേണൽ പൈപ്പും ഒക്കെ ഊരിയിട്ടിട്ട് ഇപ്പം നമ്മൾ പുതിയ ബോഡിയിലോട്ട് കയറ്റി വെച്ചത്. അപ്പം അത് അത്രയും പണിയായിരുന്നതാണ് അതിൻ്റെ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇനിയും ഇടുന്നതായിരിക്കും.